കഴിഞ്ഞ ദിവസം ട്രവൽ ഗാർഡൻ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ ആപ്പിൾ മരവും അതുപോലെ ഗ്രേപ്സും സ്ട്രോബെറിയൊക്കെ വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തലേ ദിവസം സനോയ് വന്നതിന് ശേഷം നമ്മൾ ഇതെവിടെ നടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്ത് പപ്പ രാവിലെ തന്നെ അവിടെ കുഴിയെല്ലാം എടുത്തിട്ടുണ്ട്. ആപ്പിളും സ്ട്രോബെറിയും ഗ്രേപ്സും ഒക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ നട്ടിരിക്കുന്നത് ഗ്രേപ്സ് ആണ്. അതിനെ ഇങ്ങനെ പടർത്തി വിടാൻ വേണ്ടിയിട്ട് പോളും കാര്യങ്ങളെല്ലാം നമ്മൾ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പപ്പയും മമ്മിയും കൂടി അതൊക്കെ ഒന്ന് സെറ്റാക്കി തരുവാണ്, മണ്ണൊക്കെ ഇട്ട് നിറച്ച്. പിന്നെ നമുക്ക് ഹെൽപ്പറായിട്ട് ഇതാ സച്ചും കൂടി നിൽപ്പുണ്ട്. ഓസൊക്കെ കണക്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് ബൾബും ഒരു റോസിൻ്റെ തണ്ടും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് നനച്ചോളം പറഞ്ഞു കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ആ ആപ്പിളും കൂടി നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു എന്താ പറയുക, പിടുത്തം കിട്ടാൻ വേണ്ടി പോളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോളൊക്കെ സച്ചുവാണ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണേ. പിള്ളേർ ഇങ്ങനത്തെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യുമ്പോൾ എനിക്കൊരു ചേഞ്ച് തോന്നിയത്, അവൾ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഡെയിലി ഞാനിത് വെള്ളം ഒഴിക്കും, ഡെയിലി അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുമുണ്ട് കേട്ടോ. അവൾ എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും വന്ന് ഇനി ആപ്പിൾ പറിച്ച് കഴിക്കും എന്നാണ് അവൾ പറയുന്നത്. അതിനിപ്പോൾ സ്ട്രോബെറി നമ്മൾ ചട്ടിയിലാണ് നട്ടത്, വലിയൊരു ചട്ടിയിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനും അവൾ വന്ന് കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ വർഷം കായ് ഉണ്ടാവുമോ അത് അടുത്ത വർഷത്തേക്കാണോ എന്നുള്ളത് നമുക്കറിയില്ല. ആപ്പിൾ ഓൾറെഡി ഒരു 7 ആപ്പിൾ ഉണ്ടായിരുന്നേ, അതിനകത്ത് ഒരെണ്ണം നമ്മൾ കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഇനി നമുക്ക് വരും വീഡിയോസിൽ കാണാൻ പറ്റും എന്താണ് അപ്ഡേറ്റും കാര്യങ്ങളും എന്നുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ കാണാം കേട്ടോ.